വേദിയിലിരിക്കുന്ന ബഹുമാനീയരായ വിശിഷ്ടാതിഥികളെ, അവാർഡ് ജേതാക്കളെ, പ്രിയമുള്ളവരെ, വളരെ സന്തോഷമുണ്ട് BSSൻ്റെ ഈ അവാർഡ് വിതരണ പരിപാടിയിൽ വിലപ്പെട്ട നിമിഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാനും 2 വാക്ക് സംസാരിക്കുവാനും. AG's ഓഫീസിൽ നിന്ന് 37 വർഷത്തെ സേവനത്തിൽ നിന്ന് വിരമിച്ച ഞാൻ സർവീസിലിരിക്കുമ്പോൾ തന്നെ 10-20 പുസ്തകങ്ങൾ 3 ഭാഷകളിലായി എഴുതുകയും നിരവധി ഷോർട്ട് ഫിലിംസ്, ആൽബംസ് നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം വളരെ സന്തോഷത്തോടും സമാധാനത്തോടും എല്ലാ മേഖലകളും പ്രവർത്തിച്ചു വരികയാണ്. എന്നിരുന്നാലും 5 വർഷം മുൻപേ BSSൻ്റെ ഈ അവാർഡ് എനിക്ക് ലഭിച്ചപ്പോൾ, ഈ പരിപാടി നടത്തുന്ന പ്രത്യേകത ശ്രദ്ധിച്ചപ്പോൾ, വീട്ടിൽ എനിക്ക് ഇതിനകം ഈ അഭിനയത്തിൻ്റെ മേഖലകളും സംവിധാനം, എഴുത്ത്, അത് 3 ഭാഷയിലെല്ലാമായിട്ട് 100-100-ലേറെ പുരസ്കാരങ്ങളും 150 ആദരവുകളും ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 30 വർഷമായിട്ട് കലാ, സാംസ്കാരിക, സാഹിത്യ മേഖലകളിൽ സജീവമായിരിക്കുന്ന എനിക്ക് ഈ BSSൻ്റെ ഈ പുരസ്കാരം ലഭിച്ചപ്പോൾ ഇതിൻ്റെ മഹത്വം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഇവിടെ അവാർഡ് ജേതാക്കൾക്കാണ് മുൻഗണന, അല്ലാതെ വരുന്ന ഗസ്റ്റുകൾക്ക് ആരെ അറിയാത്ത രീതിയിൽ രാഷ്ട്രീയ മേഖലകളിലുമൊക്കെ ഇരിക്കുന്ന വലിയ ആൾക്കാർ വന്ന് നിങ്ങളെ ഒന്നും അറിയാതെ, നിങ്ങളെക്കുറിച്ച് ഒന്നും പറയാതെ അവരൊരു കർമ്മം നിർവഹിച്ച മട്ടിൽ വളരെ ലാഘവത്തോടെ പരിപാടി ഉദ്ഘാടനം ചെയ്തു പോകുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾക്കാണ് മുൻഗണന. അത് മാത്രമല്ല, വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. അവാർഡ് ജേതാക്കൾ എല്ലാവരും മുൻപിൽ, അവരെ കൂടെ വരുന്നവരെല്ലാം പിന്നിൽ. ഈ ആശംസ പറയുന്ന ഞാൻ വരെ പിന്നിലാണ്. നിങ്ങൾക്കാണ് പ്രാധാന്യം. അപ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ച് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അവാർഡ് സ്വീകരിക്കാൻ വന്ന മറ്റുള്ള ആൾക്കാർ മാത്രമല്ല, വേറെയുള്ള ആൾക്കാരും എല്ലാം തന്നെ നിങ്ങളുടെ മഹത്വം മനസ്സിലാക്കുകയും പലരും നിങ്ങളുടെ നമ്പർ കരസ്ഥമാക്കുകയും പിന്നീട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഒരു കുടക്കീഴിൽ എല്ലാവരും ഒരുപോലെ തുല്യത കൽപ്പിക്കുന്ന ഈ മഹത്വമായ പരിപാടിയിൽ നിങ്ങളുടെ മുൻപിൽ സംസാരിക്കുവാനും, അതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇതേപോലെ അവാർഡിന് അർഹതയായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ചുറ്റുപാടും ഉണ്ടാകും. ഞാൻ 100-300-ലേറെ ആൾക്കാരെ, ഇത്തരത്തിലുള്ള കഴിവുള്ളവരെ, എന്നേക്കാൾ കഴിവുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് ഈ പുരസ്കാരത്തിന് അർഹത ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും അതേപോലെ നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങൾക്കറിയാവുന്ന ആൾക്കാർ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരെ ഈ മഹനീയമായ പുരസ്കാരം ലഭിക്കാൻ വരുത്തണം എന്നാണ് എൻ്റെ അപേക്ഷ. അവാർഡ് ജേതാക്കൾക്ക് ആശംസകൾ നേരുന്നു. ഒപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ചടങ്ങിൽ നിന്ന് വ്യതിചലിച്ച് ഒരാൾക്ക് അവാർഡ് ആദ്യമേ കൊടുക്കാണ്. അദ്ദേഹത്തിന് 3:45 ട്രെയിനിന് പോകേണ്ടതുകൊണ്ട് ശ്രീ ഡോക്ടർ MB പത്മനാഭൻ. ഭാരത് സേവക് ബഹുമതി സ്വീകരിക്കാനായി ഇവിടെ എത്തിയ എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. പലരെയും ചിലരൊക്കെ പരിചയമുണ്ടെങ്കിലും മറ്റു ചിലരൊന്നും പരിചയപ്പെടാൻ സാധിച്ചില്ല. ഇനി സമയം ഇല്ലാത്തത് കാരണമുള്ള ഒരു പ്രശ്നമാണ്. എനിക്ക് അത്യാവശ്യമായി കോഴിക്കോട്ട് രാത്രി തന്നെ തിരിച്ചെത്തേണ്ട സംഗതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് വിടവന്നത്. അതിന് നിങ്ങൾ അനുവദിക്കണം എല്ലാവരും എന്ന ഒരു വിനീത അഭ്യർത്ഥനയ്ക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഭാരത് സേവക് സമാജ് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിരുന്ന, പിന്നീടത്തെ പ്രധാനമന്ത്രി ഗുൽസാരിലാൽ നന്ദ അധ്യക്ഷനായിരുന്ന ആ സ്ഥാനത്താണ് ശ്രീ BS ബാലചന്ദ്രൻ ഇന്നിരിക്കുന്നത് എന്നതിൽ വളരെ അഭിമാനമുണ്ട്. അതുമാത്രമല്ല, ഇന്ന് നമ്മുടെ സദസ്സിൽ പ്രമുഖ വിശിഷ്ടാതിഥിയെ എത്തിയിരിക്കുന്നത് പ്രശസ്ത നോവലിസ്റ്റും അതേപോലെ തന്നെ ഭാരത് സേവക് സമാജിൻ്റെ അഖിലേന്ത്യാ വൈസ് ചെയർമാനുമായ ശ്രീ ഗോപകുമാർ ആണ് എന്നതും ഈ സദസ്സിനെ ഏറെ ശ്രദ്ധേയമാക്കുകയാണ്. കൂടാതെ ഇതിൽ സംബന്ധിക്കുന്ന ഭാരത് സേവക് സമാജിൻ്റെ മറ്റെല്ലാ പ്രവർത്തകർക്കും, പ്രത്യേകിച്ച് പത്മശ്രീ ഒമ്മനക്കുട്ടി അമ്മയ്ക്കും ഒക്കെ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അവരൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ വഴികാട്ടികളായി മാറുന്നവരാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെൻ്റെ നാട്ടിലേക്ക്, കോഴിക്കോട്ടേക്ക് യാത്ര അയക്കണം എന്നുള്ള വിനീത അഭ്യർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. ആശംസ നേരുന്നതിനായി ശ്രീ മനു C. കണ്ണൻ. അദ്ദേഹം അഭിനേതാവാണ്, മാധ്യമപ്രവർത്തകനാണ്, മീഡിയ സിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹത്തെ ക്ഷണിക്കും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അവാർഡ് ജേതാക്കളെ, ഇത് ഒരു പ്രസംഗത്തിനുള്ള വേദിയല്ല. കാരണം കാസർഗോഡ്, കണ്ണൂർ, വയനാട്,
കോഴിക്കോട് തുടങ്ങി വിവിധ ജില്ലകളിലുള്ള കഴിവുറ്റ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നതിന് പകരം നിങ്ങൾക്ക് എല്ലാവിധ ഇനിയും നിങ്ങളുടെ ഈ കഴിവ് കേട്ടപ്പോൾ തന്നെ അത്ഭുതമാണ് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്രയും കഴിവുറ്റ ആൾക്കാർ ഉണ്ട് എന്നുള്ളതും അവരെയൊക്കെ കണ്ടെത്തി ഈ ഒരു വലിയ പുരസ്കാര വേദിയിൽ എത്തിക്കുക, ആ പുരസ്കാരം നിറഞ്ഞ മനസ്സോടെ അത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ആ സംരംഭം ഏറ്റെടുത്തിരിക്കുന്ന ഭാരത് സേവക സമാജിൻ്റെ മുഴുവൻ ടീമുകൾക്കാണ് നിങ്ങളുടെ പേരിൽ ആദ്യം നന്ദിയും ആശംസയും അറിയിക്കേണ്ടത്. അതോടൊപ്പം ഈ ചടങ്ങിൽ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ അവാർഡ് വിന്നേഴ്സിനും എൻ്റെ പേരിൽ സ്നേഹം ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ നേരുന്നത് ശ്രീ ചന്ദ്രൻ നായർ. അദ്ദേഹം പ്രമുഖ കാരുണ്യ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ബാലേന്ദ്ര സാർ, വേദിയിലും സദസ്സിലുമുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും നമസ്കാരം. ഭാരത് സേവക് സമാജ് ഭാരതത്തിൽ നിരവധി കർമ്മ പരിപാടികൾ ചെയ്തു വരുന്നു. പ്രധാനമായും ഉന്നത വിദ്യാഭ്യാസ രംഗം, അതുപോലെ നിരവധി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതിനൊന്നും സമയം അനുവദിക്കുന്നില്ല. കൂടാതെ തൻ്റെ കഴിവുകൾ അംഗീകരിക്കുകയും അവ പുറം ലോകം അറിയാൻ BSS ചെയ്യുന്ന ഈ കർമ്മ പരിപാടിയിൽ ആദരവും പുരസ്കാരവും വാങ്ങാൻ ഇവിടെ എത്തിയിട്ടുള്ള പ്രതിഭകൾക്ക് പ്രത്യേകം ആശംസകൾ അറിയിക്കുന്നു. ഭാരതത്തിന് വേണ്ടി സൽപ്രവൃത്തികൾ ചെയ്യുന്ന അർഹതപ്പെട്ടവരെ കണ്ടെത്തി ഭാരത് സേവക് സമാജിൻ്റെ കണ്ണികളാക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് പ്രത്യേകം പറയുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ആശംസ പ്രസംഗം നിർത്തുന്നു. നമസ്കാരം. സമയക്കുറവ് പ്രധാനമാണ്. അടുത്തതായി ഉപഹാര സമർപ്പണമാണ്. ഉപഹാരം സമർപ്പിക്കുന്നതിനും നിങ്ങളോട് സംസാരിക്കുന്നതിനുമായി ഭാരത് സേവക് സമാജിൻ്റെ പ്രിയങ്കരനായ ദേശീയ വൈസ് ചെയർമാൻ BS ഗോപകുമാർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യയായ പത്മശ്രീ ഓമനക്കുട്ടി ടീച്ചർ ഇരിക്കുന്നു. അതുപോലെ വിശിഷ്ടരായ വ്യക്തിത്വങ്ങളെ, BSSൻ്റെ പ്രവർത്തകരെ, ഇന്നലെ പണിമുടക്കായിരുന്നത് കൊണ്ടാണ് ഇന്നത്തേക്ക് ഈ ചടങ്ങ് മാറ്റിയത്. ഒരുപക്ഷെ ഇന്നലെ ആയിരുന്നെങ്കിൽ ഞാനായിരിക്കണമെന്നില്ല ഇവിടെ നിൽക്കേണ്ടുന്നത്. ഇന്നലത്തെ പണിമുടക്ക് പോലും ആളുകൾ എന്തോ വിഷയത്തിന് വേണ്ടിയുള്ള പ്രതികരണമായിരുന്നു, തൊഴിലാളികളുടെ ഒരു പ്രതികരണമായിരുന്നു. പക്ഷേ ഞാൻ എനിക്ക് അറിയാവുന്ന പലരോടുമൊക്കെ ചോദിച്ച് എന്തിനാണ് ഈ സമരമെന്ന് ചോദിച്ചപ്പോൾ താഴെ തട്ടിലുള്ള കൊച്ചു നേതാക്കന്മാർക്കോ പ്രവർത്തകർക്കോ എന്തിനാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. വിമർശന ബുദ്ധിയാ പറയുന്നതല്ല. അപ്പോൾ വ്യക്തമായ എന്തിനാണ് പ്രതികരിക്കണമെന്ന് അറിയാതെയുള്ളൊരു സമരത്തിൻ്റെ ഭാഗമായിരുന്നു ഇന്നലെ ഞാനും. പക്ഷേ 1905 വ്യക്തമായി പ്രതികരിക്കണമെന്ന് ആഗ്രഹിച്ച് തീരുമാനിച്ച വ്യക്തികളുടെ കൂട്ടായ്മയുണ്ടാക്കിയതാണ് ഈ പ്രസ്ഥാനം. ഗോപാലകൃഷ്ണ ഗോഖലെയും തുടങ്ങി ചേർന്ന അന്നത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അന്നത്തെ അധികാരവർഗത്തിനെതിരെ പൊരുതണം, പ്രതികരിക്കണം എന്ന് തീരുമാനിച്ച് സൃഷ്ടിച്ച പ്രസ്ഥാനമാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ആ സൊസൈറ്റിയുടെ പ്രവർത്തനം അത് അന്ന് സമൂഹത്തോട് പ്രതികരിച്ചത് കോൺഗ്രസ് പ്രതികരിച്ച രീതിയിലായിരുന്നില്ല. കോൺഗ്രസിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. എങ്കിലും ഈ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി പ്രതികരിച്ചത് രാമരാജ്യ സൃഷ്ടി അല്ലെങ്കിൽ ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞ സങ്കല്പത്തിലേക്ക് വേണ്ടിയിട്ടാണ്.
രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനപ്പുറം സാമ്പത്തിക സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത്. ഇതാണ് സ്വാതന്ത്ര്യാനന്തരം ഭാരത് സേവക് സമാജായി 52 സർവൻസ് സേവക് ഇന്ത്യ ഭാരത് സൊസൈറ്റി സമാജ് എന്ന് രൂപാന്തരം പ്രാപിപ്പിച്ചത്. 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പാക്കി എന്നതല്ല, അതിലപ്പുറം ഭാരത ജനതയെ നല്ലൊരു തരത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട പ്രസ്ഥാനമാണ് ഭാരത് സേവക് സമാജ്. എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിനനുസരണമായി പ്രതികരിക്കേണ്ടുന്ന വിഷയങ്ങളിൽ ക്രിയാത്മകമായി പ്രതികരിച്ച് നാടിന് മാറ്റമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഭാരത് സേവക് സമാജ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് നിങ്ങളെപ്പോലെ ചുറ്റുവട്ടത്ത് പ്രകാശം ചൊരിയുന്ന ഒരു സംഘം ആളുകളെ ഞങ്ങളുടെ പ്രവർത്തനവുമായിട്ട് കൂടുതൽ ഇഴുകിച്ചേർക്കാൻ വിളിച്ചുകൂട്ടിയിരിക്കുന്നത്, നിങ്ങളെ ആദരിക്കുന്നത്. ഇത് പറഞ്ഞു വരുമ്പോൾ പല രംഗങ്ങളിലുമുള്ള പ്രശസ്ത ഇവിടെ കേട്ട പല പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ തന്നെ അറിയുന്ന ഇവിടെ കേട്ടതിൽ ഭൂരിപക്ഷം പേരും ഏതാണ്ട് സാഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സാഹിത്യവുമായി ബന്ധപ്പെട്ട് രചനകൾ നിർവഹിക്കുകയും പല പല പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത പല വ്യക്തിത്വങ്ങളെയാണ് ഇവിടെ വിളിച്ച് നിങ്ങൾ കണ്ടത്. ഭാരത് സേവക് സമാജിന് ഒരു സാംസ്കാരിക വേദിയുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് ഈ ഭാരത് സേവക് ഓണർ നൽകുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഉദ്ദേശിക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. ഞാനിവിടെ എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. എന്നെ നോവലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ, ഞാനൊരു ചരിത്ര നോവലൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ചരിത്ര നോവല് ഞാനൊരു ഗ്രന്ഥശാലയിൽ അതിൻ്റെ ചർച്ചയ്ക്ക് വെച്ചപ്പോൾ ഗ്രന്ഥശാലകാരന്മാർ പറഞ്ഞു അത് ഞങ്ങൾ പാർട്ടിയോട് ആലോചിക്കട്ടെ, ആലോചിച്ചിട്ട് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കാര്യം പറഞ്ഞു പോവാണ്. ഞാൻ എഴുതിയ ഒരു സംവിധാനം അല്ലെങ്കിൽ ഞാൻ എഴുതിയ ഒരു കൃതി എൻ്റെ പ്രദേശത്തുള്ള ഒരു സംവിധാനത്തിൽ, ഔദ്യോഗിക സംവിധാനത്തിൽ ചർച്ചയ്ക്ക് വെച്ചപ്പോൾ അത് ചർച്ച ചെയ്യേണ്ടതില്ല, ആ ചരിത്രം ഇവിടെ അറിയേണ്ടതില്ല എന്ന് പറഞ്ഞു. ഞാനിത് സൂചിപ്പിക്കുന്നത് ഇവിടെ പ്രൊഫസർമാരുൾപ്പെടെ പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ 40-50 കൊല്ലത്തെ നിങ്ങളുടെ സാഹിത്യ ചരിത്രം കേരളത്തിൽ എടുക്കണം. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പൂക്കാസായുടെ ആളുകൾ OV വിജയൻ്റെ കൃതി മോശമാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. എന്താണ് കാരണമെന്നുള്ളതിന് വേറെ പല കാരണങ്ങളാണ്. എൻ്റെ അഭിപ്രായത്തിൽ മലയാളത്തിൽ ജ്ഞാനപീഠം കിട്ടാൻ ഉള്ള അർഹതയുള്ള ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തി അദ്ദേഹമാണെന്നാണ് എൻ്റെ ഇന്നത്തെ ധാരണ. ബഷീർ കൂടെ വരുന്നു താഴോട്ട്. ഈ 40 കൊല്ലത്തിനിടയ്ക്ക് ഇവിടെ വർഷാവർഷം ഗ്രന്ഥശാലകൾക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ട് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ. ഇപ്പോൾ ഏതാണ്ട് 16 കോടിയോളം രൂപയാണ് കൊടുക്കുന്നത് 1500ഓളം ഗ്രന്ഥശാലകൾ, അല്ല 15,000ഓളം ഗ്രന്ഥശാലകൾക്കായി. ഈ ഗ്രന്ഥശാലകൾ വാങ്ങിക്കുന്ന പുസ്തകത്തിൽ 50% ഒരു പ്രത്യേക പ്രസിദ്ധീകരണശാലയിൽ നിന്നാണ് വാങ്ങിക്കേണ്ടത്. ബാക്കി വരുന്ന 50-ൽ 25% അവർ നിർദ്ദേശിക്കുന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ നിന്ന് വാങ്ങിക്കണം. വന്ന് ഒരാൾക്ക് ഒരു സാധാരണ ഒരു ഗ്രന്ഥശാലയിൽ 50,000-ൽ നിന്ന് 15,000 രൂപ വരെ കിട്ടുന്നൊരു ഗ്രന്ഥശാലയിൽ
14,500 രൂപ വരെ ഇങ്ങനെ പറയുന്ന പ്രസിദ്ധീകരണശാലയുടെ പറയുന്ന പുസ്തകങ്ങളാണ് ഈ കേരളത്തിലെ 15,000-ഓളം ഗ്രന്ഥശാലകളിൽ അടുക്കി വച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് സ്കൂളുകളുടെ ലൈബ്രറിയിലും. സ്വന്തമായൊരു പുതിയൊരാശയമുള്ള ഒരു വ്യക്തി അയാളുടെ കിടപ്പാടമെല്ലാം കൂടെ പണയം വെച്ച പുസ്തകമടിച്ച് അയാൾ കൊണ്ടിറങ്ങിയാൽ ഒരു ഗ്രന്ഥശാലയിലും വയ്ക്കാൻ പറ്റില്ല. കേരളത്തിൽ എങ്ങനെ പുതിയ ആശയമുണ്ടാകും? പഴയ ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ആശയങ്ങളല്ലാതെ, ഞങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആശയങ്ങളല്ലാതെ വേറെ ആശയങ്ങളൊന്നും വരണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ പരിണിതഫലം കൂടിയാണ് ഈ അരനൂറ്റാണ്ടത്തെ കേരളത്തിൻ്റെ സാഹിത്യ ചരിത്രം. വിയോജിപ്പുള്ളവരോടുണ്ടാവും. അധ്യാപകർ, കോളേജ് അധ്യാപകർ ഒരുപാട് ഇരിപ്പുണ്ട്. സെനറ്റ് തീരുമാനിക്കുന്ന ആളുകളാണ് അധ്യാപകരാകുന്നത്. കഴിഞ്ഞ 1.5 കൊല്ലങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ ഒരു അധ്യാപികയെ തിരഞ്ഞെടുത്തപ്പോൾ സെനറ്റാണ് നിയമിക്കുന്നത്. മലയാള സബ്ജക്റ്റിലെടുത്തപ്പോൾ തെറ്റുകൂടാതെ ലേഖനം എഴുതി വരാൻ കഴിയാത്ത ഒരാളെ മലയാളം അധ്യാപികയായി നിയമിക്കപ്പെട്ടു. പ്രിൻസിപ്പാൾമാർ ഇവിടെ ഇരിപ്പുണ്ട്. അതാത് സബ്ജക്റ്റുകളിൽ പോലും അറിയാത്ത ആളുകളെ കൊണ്ട് 40-50 കൊല്ലം കൊണ്ട് നിറയ്ക്കപ്പെട്ട കലാശാലകൾ കേരളത്തിലുണ്ട്. ഇവിടെ നിന്ന് എങ്ങനെ നല്ലതുണ്ടാകും? ഞാനിത് പറഞ്ഞു വരുന്നത് പ്രതികരണത്തിൻ്റെ വേദിയാണ് ഭാരത സമാജം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളിവിടെ വന്നിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ തലങ്ങും വിലങ്ങുമുള്ള ക്രോസ് സെക്ഷനാണ് നിങ്ങൾ. നിങ്ങളെയൊക്കെ ഞങ്ങൾ തിരഞ്ഞെടുത്ത് ഇവിടെ ഞങ്ങളുടെ ഭാഗമാക്കി മാറ്റുമ്പോൾ നിങ്ങളുടെ ആശയങ്ങൾ എഴുതാനുള്ളൊരു വേദി ഇവിടെ ഉണ്ട്. ഒരു വൈതരണിയുമില്ലാതെ എഴുതാം. സദ്ഭാവന ട്രസ്റ്റ് പോലെ ഭാരത സമാജിൻ്റെ പുസ്തക പ്രസിദ്ധീകരണശാലകളുണ്ട്. സൗജന്യമായി പ്രസിദ്ധീകരിക്കും. പുതിയ പുതിയ ലോകം വെല്ലുന്നതായ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന തലച്ചോറുള്ള വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ തെളിവാണ് ഇവിടെ നിങ്ങളെപ്പറ്റി അവതരിപ്പിക്കുന്നതായ വ്യക്തിവിവരണങ്ങൾ. ഒരു പിൻബലവുമില്ലാതെ എന്തെല്ലാം നിങ്ങൾ എഴുതിയിരിക്കുന്നു, എന്തെല്ലാം ചെയ്തിരിക്കുന്നു. ഞങ്ങളും കൂടെ ചേർന്നുള്ളൊരു ഉണർവിലേക്ക് വരാം. നിങ്ങളത് എഴുതണം. നിങ്ങളുടെ പുസ്തകങ്ങൾ ഇവിടെ എഴുതണം. ഒരു മാറ്റത്തിൻ്റെ നാന്ദി കുറിക്കപ്പെടണം. നമ്മുടെ പത്മശ്രീ നമ്മളെക്കാൾ വളരെ ഉയരെയാണ് കേരളത്തിൽ അറിയപ്പെടുന്ന, ടീച്ചറുടെ പറഞ്ഞു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സംഗീത കുടുംബം ഉണ്ടെങ്കിൽ അത് ടീച്ചറുടെ കുടുംബമാണ്. അവിടെ ജനിക്കുന്ന എല്ലാവരും പ്രശസ്തരാകും. നമ്മുടെ മലയാള സംഗീതം അറിയാലോ. ദേവരാജൻ മാഷൊക്കെ നല്ല കളകളാരവം പോലെ നല്ല സുന്ദരമായ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗാനങ്ങൾ, നദിയിലെ നല്ല ഗാനങ്ങൾ, നല്ല പല പല വാക്കുകൾ ഉപയോഗിച്ച സുന്ദരമായ ഒഴുക്കുള്ള നല്ല ഗാനങ്ങൾ. ആ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളിൽ ഇപ്പം തോട്ടയിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സംഗീതങ്ങളാണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ടീച്ചറെ പോലുള്ള സംഗീതത്തിൽ വളരെ, ടീച്ചറെ ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് പറയുമെങ്കിലും ടീച്ചറെ പോലെ വിരലിലുണ്ടാവുന്ന 2-3 പേരാണ് ഇതിൻ്റെ അതോറിറ്റികളായിട്ടുള്ളവർ. അവരാരും ഇത് പ്രതികരിച്ച് കാണുന്നില്ല. നല്ല സുന്ദരമായി ഒഴുകുന്ന സിനിമാ മേഖലയിലെ സംഗീതത്തിലൊക്കെ തന്നെ തോട്ടയിട്ട് പൊട്ടിച്ച് വല്ലാണ്ട് പൊട്ടിച്ച് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതിനൊക്കെതിരെ ടീച്ചറൊക്കെ എന്ത് പ്രതികരിച്ചിട്ടുണ്ട്? ഒന്നും പ്രതികരിച്ചിട്ടില്ല. പ്രതികരിക്കണം. എനിക്ക് ഓർമ്മ വരുന്നു, ഏതാണ്ട് 80-90 കാലഘട്ടത്തിൽ മലയാളത്തിൻ്റെ സിനിമാ ഗാന രംഗത്തുണ്ടായ മോശം പ്രവണതകളെ കണ്ടുകൊണ്ട് ഒരു ദിവസം നമ്മുടെ സക്കറിയയുടെ ഒരു ലേഖനം വരുന്നു പത്രത്തിൽ, മെയിനായിട്ട് വരുന്നു. യേശുദാസ് പാട്ട് നിർത്തണമെന്ന് പറഞ്ഞു. വലിയ എഴുത്തായിരുന്നു. യേശുദാസ് പാട്ട് നിർത്തണം.
കാരണം ഒറ്റപ്പാട്ട് പോലും ഹൃദയത്തിൽ തുളച്ചു കയറുന്നതായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു പരിണിത ഫലമുണ്ടായി. ദാസാറിൻ്റെ തരങ്കിണിയിലുള്ള രവീന്ദ്രൻ മാഷൊക്കെ സംഗീതം ചെയ്യാൻ പുറത്തു വന്നു. വേറൊരു തലത്തിലേക്ക് സംഗീത മേഖല മാറി. ഇനിയെങ്കിലും ടീച്ചറൊക്കെ ഉണരണ്ടേ? നിങ്ങളും ഉണരണ്ടേ? നമ്മൾ ഉണരണ്ടേ? പ്രതികരിക്കാൻ പറ്റുന്ന ഒരുപാട് വേദികൾ, ഒരുപാട് വിഷയങ്ങൾ. ഫ്ലൈറ്റ് കയറി വന്ന് പീഡനം അനുഭവിച്ച് തിരിച്ചു പോകുന്ന ആളുകളുടെ ഒരു നാടാണിത്, അല്ലേ? എത്ര അമ്മമാർ പ്രതികരിച്ചു? ഏതെല്ലാം വിഷയങ്ങൾ നമുക്ക് പറയണം? എനിക്കിഷ്ടമില്ലാത്ത അത് ആലപിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഭരണകൂടങ്ങൾ. ഇതൊക്കെ തന്നെ നമുക്ക് പ്രതികരിക്കാൻ പറ്റണ്ടേ? പറയാൻ തുടങ്ങിയാൽ അനവധി വിഷയങ്ങൾ. ഞങ്ങൾ എന്തുകൊണ്ട് നിങ്ങളല്ല ആദരിക്കപ്പെടുന്നത്? ഭാരത് സമാജിൻ്റെ ഓണർ നൽകി നിങ്ങളെപ്പോലത്തെ ബഹുമുഖ പ്രതിഭകളെ ആദരിക്കുമ്പോൾ ഭാരത് സമാജ് എന്ന് പറയുന്ന പ്രസ്ഥാനം കൂടുതൽ ആദരിക്കപ്പെടുന്നു. BSS ആണ് ആദരിക്കപ്പെടുക. നിങ്ങളുടെ തലയ്ക്ക് ചുറ്റാകെ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രകാശ വലയമുണ്ട്. ഈ വലയം അത് കുറേ കൂടി പ്രഭാജ്വല പടരുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ കഴിയുന്നുള്ളൂ. നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത അവരുടേതായ തുരുത്തുകളിൽ എന്തെല്ലാം പ്രകാശകാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങൾ, അവരെയൊക്കെ കണ്ടെത്താനും ഇതുപോലത്തെ ഒരു സാമൂഹ്യ ഇടപെടലിൽ കൊണ്ടെത്തിക്കാനും അവരെ കൂടുതൽ പ്രകാശ ദാതാക്കളാക്കി മാറ്റാനുമുള്ള ഒരു വേദി കൂടിയാണ് ഞങ്ങളുടെ ഈ ഓണർ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ വന്ന എല്ലാവരെയും, ഈ ഓണർ സ്വീകരിക്കാനെത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയംഗമായി നന്ദിയോടെ ഞാൻ ഒന്നുകൂടി ഭാരത് സേവക് സമാജ് കുടുംബത്തിലേക്ക് സ്വാഗതം കൂടി ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായി പുരസ്കാര സമർപ്പണമാണ്. ആദ്യമായി സ്വീകരിക്കാൻ എത്തുന്നത് പത്മശ്രീ ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചർ. ടീച്ചർ 2 വാക്ക് സംസാരിച്ചിട്ട് അവാർഡ് ഏറ്റു. 2 വാക്കുകളെ സംസാരിക്കുന്നുള്ളൂ. ഇവിടെ ഭാരതത്തിൻ്റെ അഖിലേന്ത്യ ഭാരത് സേവക് സമാജിൻ്റെ അഖിലേന്ത്യ വൈസ് ചെയർമാനായ ഗോപകുമാർ സാറിൻ്റെ സാന്നിധ്യം വളരെയേറെ പ്രത്യേകതയുള്ളതാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഈ പത്മശ്രീ കിട്ടിയതിൽ പിന്നെ വളരെയധികം മെമൻറ്റോകളും ഷോളുകളും പുരസ്കാരങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവിടെ എങ്ങും കാണാത്ത ഒരു കാഴ്ചയാണ് ഇവിടെ ഞാൻ കണ്ടത്. കാരണം എന്നെപ്പോലെ പ്രായമായവർക്കും മധ്യവയസ്കർക്കും അതുപോലെ യുവാക്കൾക്കും ഒരുപോലെ 42 പേരെ ആദരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. സാർ ഇവിടെ പറയുണ്ടായി പ്രസംഗ മധ്യേ നമ്മുടെയൊക്കെ തലച്ചോറ് പ്രയോജനപ്പെടുത്തണമെന്ന്. ശരിയാണ്, പ്രായമായാലും ഞാനും പണിക്കർ സാറും ഒക്കെ പ്രായമായവരാണ്. ഗോപകുമാർ സാർക്ക് എനിക്ക് 82 വയസ്സ് തികയാൻ പോണു അടുത്ത മാസം. എങ്കിലും ഞാൻ 10 വയസ്സ് മുതൽ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് എൻ്റെ ഒരു മാഹാത്മ്യമായിട്ട് പറയുകയല്ല, ഞാൻ പറയാൻ പോയത് പ്രായമായാലും പ്രവർത്തിക്കണം, എക്സ്പീരിയൻസ് കൂടുതലാണ് അവർക്ക്. അതുപോലെ 42 പേർക്ക് ഒരുമിച്ച് ഇങ്ങനെ ആദരിക്കുക എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഭാരത് സേവക് സമാജ് ശരിക്കും ഭാരതത്തെ സേവിക്കുന്ന ഒരു സമാജ് തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. ഇവിടെ അടൂർ ഗോപാലകൃഷ്ണൻ സാർ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ വലിയ വലിയ മഹാന്മാർ ഇരുന്ന സ്ഥലം കൂടിയാണ് അത്. ബാലേന്ദ്ര സാറ് വളരെ
ഭംഗിയായിട്ടത് നടത്തിപ്പോകുന്നു. എനിക്ക് പറയുവാനുള്ളത്, എല്ലാവരും നന്നായിട്ട് പ്രവർത്തിക്കണം. നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇനിയും വയസ്സായി എന്ന് പറഞ്ഞ് നമ്മളാരും ഇരിക്കണ്ട, എല്ലാവരും പ്രവർത്തിക്കണം. വയസ്സായവർക്ക് കൂടുതൽ ക്രിയേറ്റീവ്നെസ് വരും. എല്ലാവർക്കും ഇവിടെ ഉള്ളവരെല്ലാം ക്രിയേറ്റീവ്നെസ് തികഞ്ഞ വ്യക്തികളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണല്ലോ ആ ഓരോ ശാഖയിലും അവർക്ക് ഇത്രയും വ്യുൽപ്പത്തി ഉണ്ടാകുവാൻ കാരണം. ഇവിടെ ഞാൻ വന്ന സ്ഥിതിക്ക് എൻ്റെ മോളെവിടെ ഒന്ന് വിളിക്കണേ. ഒരു ഭാരതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെക്കുറിച്ചോ ഒരു ഗാനം നമുക്ക് എല്ലാവർക്കും കൂടെ പാടാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ പാടുന്നവർ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് വന്ദേ മാതരം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് പാടി തന്നിട്ട് എല്ലാവരും അത് ഏറ്റുപാടണം. വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം ശുഭ്രജോത്സ്ന പുളകിതയാമിനി കുസുമിത ദ്രുമദള ശോഭിനി ദ്രുമദള ശോഭിനി സുഹാസിനി ഹാസിനി സുമധുര ഭാഷിണി സുമധുര ശക്തിയെല്ലാം വരട്ടെ. സുഖദാം വരദാം മാതരം സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ നമ്മുടെ ഇന്ത്യയിലുള്ളവരെല്ലാം സമത്വഭാവന ഉള്ളതാണ്. സമഭാവന നമുക്കുണ്ടായിരിക്കണം. അതിൻ്റെ ഒരു 4 വരിയും കൂടെ. 1000 പക്ഷികൾ പാടിപ്പറന്നാലും 1000 പക്ഷികൾ പാറിപ്പറന്നാലും ആകാശമൊന്നു തന്നെ ആകാശമൊന്നു നദികളൊരായിരം ചേരുന്ന സാഗര ഹൃദയവും ഒന്നു തന്നെ നദികളൊരായിരം ചേരുന്ന സാഗര ഹൃദയവുമൊന്നു തന്നെ ഭാരതം ഒന്നു തന്നെ ഭാരതം ഒന്നു തന്നെ പാട് ഭാരതം ഒന്നു തന്നെ ഭാരതം ഒന്നാണ്. അത് ഭാരത് സേവക് സമാജ് തെളിയിച്ചു തന്നുകൊണ്ടേയിരിക്കുന്നു. നമസ്കാരം.
ശ്രീ നെല്ലിയോട്ട് ബഷീർ. ശ്രീ അരവിന്ദ് ചന്ദ്രു. ഫാദർ ബെന്യാമിൻ ശങ്കരത്തിൽ. ശ്രീമതി ഗീതാലക്ഷ്മി സത്യനാഥൻ. ശ്രീ എം അജയകുമാർ. ശ്രീ എ ഗംഗാധരൻ. ഡോക്ടർ ടി സി മോഹനൻ. ശ്രീ എസ് ഉമ്മർ. ശ്രീ വിനോദ് വി ജോയ്. ഡോക്ടർ ടി എം സുരേന്ദ്രനാഥ്. ശ്രീ കബീർ റഹ്മാൻ. ശ്രീ ഗോപിനാഥൻ പിള്ള ആർ. ശ്രീ ആർ എസ് പണിക്കർ. വളരെ മഹനീയമായ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ബഹുമതി ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഈ ഒരു അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തോ വലിയ ആളാണ്. സത്യം പറയാം, അങ്ങനെ ഒരു ബഹുമതിയൊക്കെ ഏറ്റുവാങ്ങാനുള്ള എന്തൊക്കെയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് എന്നോടൊപ്പം ഈ 42 പേരിൽ 41 പേര് ഇത് ഏറ്റുവാങ്ങിയപ്പോൾ അവരുടെ പശ്ചാത്തലം ഇവിടെ വായിച്ചു കേട്ടപ്പോൾ അതിനകത്ത് ഏറ്റവും മോശപ്പെട്ട ആൾ ഞാനാണ്. സത്യം പറയാം, അവരുടെയൊക്കെ സേവനങ്ങൾ എത്രമാത്രം സമൂഹത്തിന് മനുഷ്യന് ഉപകാരപ്രദമാകുന്നു എന്ന് കാണുമ്പോൾ ഞാൻ വളരെ 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 പിന്നോക്കമാണ്. ഞാൻ വളരെ ചെറുതായിപ്പോയി നിങ്ങളുടെ മുന്നിലെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിനയത്തോടുകൂടി ഞാൻ വാങ്ങുന്നു. സന്തോഷം. നമസ്കാരം. ശ്രീ ഷാജി എം പുനലൂർ. ശ്രീ സുനിൽ കുമാർ. ശ്രീമതി ലൈല വിനയൻ. ശ്രീ മനോജ് കെ ഗോവിന്ദ്. ശ്രീ ഹരിദാസ് പി ജി. ഡോക്ടർ അബ്ദുൾ സമദ് വി കെ. ശ്രീമതി മായ വാസുദേവൻ. ശ്രീമതി ജയ സദാശിവൻ നായർ. ശ്രീമതി സ്മിത മോഹൻദാസ്. ശ്രീമതി റഷീദ സി. ശ്രീ നിസാർ കെ.
ശ്രീമതി ഫർസാന MT, ശ്രീ സുഭാഷ് തൃക്കോതമംഗലം, ശ്രീമതി താജുനീഷ ബഷീർ, ശ്രീ ശ്രീജിത്ത് PV, മിസ് ആതിര വി പിള്ളൈ, ശ്രീമതി രജനി MK, ശ്രീ ഷമീർ മാസൂമ, ശ്രീ K അരവിന്ദാഷൻ കൊതേരി, എല്ലാവർക്കും നമസ്കാരം. ഏറെ സന്തോഷകരമായ നിമിഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സാറ് നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. കാരണം നമ്മളൊരു കാര്യം ചെയ്തപ്പോൾ അത് ഏറെ പുച്ഛിക്കുക. കാരണം ഞാൻ ഇപ്പോൾ ഈ അവാർഡ് നേടിയിരിക്കുന്ന ഈ നാടകം ഞാൻ സ്വന്തമായി എഴുതിയപ്പോൾ എനിക്കൊന്നും മനസ്സിലായ സമയത്ത് ഞാൻ എൻ്റെ ഗ്രാമത്തിലുള്ള പല നാട്ടുകാരെയും പല സാഹിത്യകാരന്മാരെയും സമീപിച്ചപ്പോൾ വളരെ പുച്ഛിച്ചാണ് തള്ളിയത്. അപ്പോൾ ഞാൻ തന്നെ എനിക്കറിയുന്ന രീതിയിൽ സംവിധാനം ചെയ്ത് ഞാൻ തന്നെ അതിന് ശബ്ദമിശ്രണം കൊടുത്ത് ഞാൻ തന്നെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് ഇന്ന് 100ഓളം വേദിയിൽ എത്തിയിരിക്കുകയും ഇപ്പോൾ നമ്മുടെ ഗ്രാമം, നമ്മുടെ നാട് മട്ടന്നൂർ എന്ന് പറയുന്ന നാടിൻ്റെ അടുത്തുള്ള കീഴല്ലൂർ ഗ്രാമപഞ്ചായത്തുള്ള കൊതേരി എന്ന് പറയുന്ന നാട് എന്നെയും അതുപോലെ ഭാരത് സേവാ സമാജിനെയും ഏറ്റെടുത്തിരിക്കുകയാണെന്നാണ് എനിക്ക് അറിയിക്കാനുള്ളത്. കാരണം അതാണ് ഞാൻ പറയുന്നത്, ആരും പുച്ഛിക്കാൻ പാടില്ല എന്ന്. ഇന്ന് ഈ നാഷണൽ അവാർഡ് കിട്ടുമ്പോൾ ഭാരത് സേവാ സമാജിൻ്റെ നാഷണൽ അവാർഡ് അരവിന്ദാക്ഷന് കിട്ടുമെന്ന് പറഞ്ഞ് എൻ്റെ നാട്ടിൽ ബാനർ കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഏറെ സന്തോഷമുണ്ട്. ഒരുപാട് നന്ദി. ശ്രീമതി തഫ്സീന BM, ശ്രീമതി വിജി ജോസഫ്, ശ്രീമതി പൂർണിമ കരുണാകരൻ, ശ്രീമതി റൗസീന P, ഗുരുജനങ്ങളെ, ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, 2 വാക്ക് ഇവിടെ കൂടിയവരോട് സംസാരിക്കുന്ന ഒരാഗ്രഹം കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്നലെ ഫെബ്രുവരി 12 പ്രത്യേകത എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഫെബ്രുവരി 12 സർവോദയ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഫെബ്രുവരി 12. എന്തുകൊണ്ട് ഫെബ്രുവരി 12 സർവോദയ ദിനമായിട്ട് ആചരിക്കുന്നു? ഫെബ്രുവരി 12 മഹാത്മജിയുടെ ചിതാഭസ്മം ഇന്ത്യയിലെ പുണ്യസ്ഥലങ്ങളിൽ, പുണ്യനദികളിൽ നിമജ്ജനം ചെയ്യുന്ന ദിവസമാണ് ഫെബ്രുവരി 12. അതാണ് സർവോദയ ദിനമായിട്ട് ആചരിക്കുന്നത്. മഹാത്മജിയുടെ ദർശനങ്ങളിൽ നിന്ന് നമ്മൾ പിന്മാറിയതുകൊണ്ടുള്ള പലതരത്തിലുള്ള ദുരിതങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാത്മജി നമ്മുടെ നാടിനു വേണ്ടിയും ജനങ്ങൾക്കും വേണ്ടിയും അനുഭവിച്ച ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്.
അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു സർവോദയ പ്രവർത്തകനായി തീർന്നത്. ഒരു സർവോദയത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ശബരിമലയിൽ പ്രവർത്തിനേക്കാളും വ്രതം എടുക്കേണ്ടതുണ്ട്. ഞാൻ 1994 മുതൽ സർവോദയ മണ്ഡലത്തിൻ്റെ അംഗമാണ്. സർവോദയ മണ്ഡലത്തിൽ അംഗമാവണമെങ്കിൽ പല വ്രതങ്ങളും നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. ശബരിമലക്ക് പോകുമ്പോഴേ നമ്മൾ 41 ദിവസമേ വ്രതം എടുക്കണ്ടു. എന്നാൽ സർവോദയ മണ്ഡലത്തിലെ അംഗങ്ങൾ അതിൽ അംഗം ആയ മുതൽ മരണം വരെ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറുന്ന വരെ വ്രതത്തിലാണ്. ആ വ്രതമാണ് നമ്മുടെ നിശ്ചയദാർഢ്യം വർദ്ധിപ്പിക്കുന്നത്. ഈ രാജ്യത്തിനോടുള്ള കൂറ് വർദ്ധിപ്പിക്കുന്നത് അതാണ്. ആ മഹാത്മജി എന്തിനെ ജീവിച്ചു, ഏതിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് വെള്ളം വരും. എന്നിട്ടും അദ്ദേഹം കാണിച്ച ദർശനങ്ങളോ സന്ദേശങ്ങളോ നമ്മൾ പുല്ലിൻ്റെ വില പോലും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഗാന്ധിമാർഗം മോചനമാർഗം എന്നാണ് പറയുന്നത്. ഒരു സർവോദയ മണ്ഡലത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ മദ്യവിരുദ്ധ പ്രവർത്തകനായിരിക്കും, പരിസ്ഥിതി പ്രവർത്തകനായിരിക്കും, തുടങ്ങിയ എല്ലാ പ്രവർത്തകനായിരിക്കും ഒരു സർവോദയ മണ്ഡലത്തിൻ്റെ പ്രവർത്തകൻ എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ സർവോദയ മണ്ഡലം പുഷ്ടിക്കാത്തതെന്ന് പറയും. ഇന്നത്തെ ജനങ്ങൾക്കും വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മഹാത്മജി കാണിച്ച ദർശനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തും ലോകത്തും ശാന്തിയും സമാധാനവും കൈവരിച്ചുകൊണ്ട് നാട്ടിലെല്ലാ ജനങ്ങൾക്കും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വേദിയിലിരിക്കുന്ന സമാദരണീയരായ ഭാരത് സേവക് സമാജത്തിൻ്റെ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും അവാർഡുകൾ ലഭിച്ചു അല്ലെങ്കിൽ പുരസ്കാരങ്ങൾ ലഭിച്ചു. ഇനി വീട്ടിലേക്ക് പോകാനുള്ള ധൃതിയിലാണ് എല്ലാവരും. എങ്കിലും ഈ ഒരു സേവന പ്രവർത്തനത്തിന് നന്ദി പറയുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതേപോലെ നിരവധി ഓർഗനൈസേഷനുകൾ നടത്തുകയും എൻ്റെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരു വ്യക്തിക്ക് എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ള ബുദ്ധിമുട്ടുകളും ഉത്തരവാദിത്തങ്ങളും നന്നായി അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വേദിയിൽ ഒരു 2 വാക്ക് പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. ഭാരതത്തിലെ ഒരു സേവന സംഘടന എന്ന രീതിയിൽ ഉദിച്ചുയർന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ അവിടെ നിന്നിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിപ്പോരുന്ന ഭാരത് സമാജിൻ്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. അതെന്തുകൊണ്ട് നോക്കിക്കാണുന്നു. ഇനിയും ഇതിലേക്ക് ഒരുപാട് നോമിനേഷനുകളും മറ്റും നല്ല നല്ല രീതിയിലുള്ള ആളുകളുടെ റെഫറൻസുകൾ കൊടുക്കാൻ സാധിക്കും. അത് ചെയ്യാമെന്ന് മാത്രം പറയുന്നു. അതോടൊപ്പം തന്നെ ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഗോപകുമാർ സാറ് പറഞ്ഞ നമുക്ക് തുറന്ന് പറയാനും തുറന്ന് എഴുതാനുമുള്ള ഒരു സാഹചര്യം ഇല്ലാത്തൊരു കാലത്ത് തുറന്ന് എഴുതാനും തുറന്ന് പറയാനും നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും കൂടെ ഭാരത് സേവക് സമാജ് ഉണ്ട് എന്ന് പറയുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. നിങ്ങളോടൊപ്പം ഞങ്ങളും പങ്കുചേരുന്നു. ഇനിയും നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങളെയും പങ്കാളികളാക്കിയാൽ ഞങ്ങളെ കഴിവിനനുസരിച്ച് ഞങ്ങളെ സമയലഭ്യതയ്ക്കനുസരിച്ച് ഞങ്ങളും നിങ്ങളെ കൂടെ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. അടുത്തായി ചടങ്ങിന് നന്ദി പറയുന്നതിനായി ഭാരത് സേവക് സമാജിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ TP വിനോദിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ഉപാധ്യക്ഷൻ ശ്രീ BS ഗോപകുമാർ സർ, ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ അവർകൾ, BSSൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ അവർകൾ, ആദരവ് സ്വീകരിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് സുമനസുകളെ, 1952
സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനവും പുനർനിർമ്മാണവും സാമ്പത്തികമായും സാമൂഹികപരമായും പിന്നോക്കം നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ സർക്കാരുകളുടെ പുനർനിർമ്മാണ പദ്ധതികളും വികസന പ്രക്രിയകളും രാജ്യത്തെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുവാൻ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും നവഭാരത ശില്പിയുമായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭാരത് സേവക് സമാജ് എന്ന അരാഷ്ട്രീയവും രാജ്യത്തെ ജനങ്ങളെ എക്കാലവും വ്യത്യസ്തതകളില്ലാതെ ഒരുമിപ്പിച്ച് നിർത്തുവാൻ കഴിയുന്ന ഈ മഹാപ്രസ്ഥാനത്തിന് രൂപം നൽകുകയുണ്ടായി. ലക്ഷോപലക്ഷം പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ജനവിഭാഗങ്ങൾക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിച്ചേരുവാൻ അവസരം ഒരുക്കിക്കൊണ്ട് ന്യൂഡൽഹിയിലെ സെൻട്രൽ ഭാരത് സേവക് സമാജിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വം വഹിക്കുന്ന ആദരണീയനായ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. സെൻട്രൽ ഭാരത് സേവക് സമാജ് സാർവത്രികമായ സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന സത്യസന്ധരായ പൗരന്മാർക്ക് ദേശീയ വികസനത്തെ ആസ്പദമാക്കിക്കൊണ്ട് രാജ്യത്ത് ഉടനീളം നൽകി വരുന്ന ഭാരത് സേവക് ബഹുമതി സ്വീകരിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന ക്ഷണം സ്വീകരിച്ച് ഇവിടെ ചേരുകയും വളരെ സന്തോഷത്തോടെ അഭിമാനകരമായ ഈ ദേശീയ പുരസ്കാരം സ്വീകരിച്ചു കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ട്. ഈ ചടങ്ങിന് ഔപചാരികമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിച്ചത് BSSൻ്റെ ദേശീയ ഉപാധ്യക്ഷൻ ശ്രീ BS ഗോപകുമാർ അവർകളാണ്. അദ്ദേഹത്തിന് BSSൻ്റെ പേരിൽ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ചടങ്ങിന് സ്വാഗതം അർപ്പിച്ച ശ്രീമതി ജയ ശ്രീകുമാർ, ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ അവർക്ക് ഭാരത് സേവക് സമാജിൻ്റെ പേരിൽ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഭാരത് സേവക് സമാജിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ, ഭാരത് സേവക് സമാജിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ ശ്രീമതി സിന്ധു മധു എന്നിവർക്കും ഈ പുരസ്കാരം, അഭിമാനകരമായ ഈ പുരസ്കാരം ഇവിടെ ക്ഷണം സ്വീകരിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സുമനസ്സുകൾക്കും ഹൃദ്യമായ നന്ദിയും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ദേശീയ ഗാനം. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे